ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ വെറുതെ ഞങ്ങളിങ്ങനെ കുളിച്ചിങ്ങനെ പുറത്ത് വന്നിരുന്നത്. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. എന്താണോ നിങ്ങളാരും എക്സ്പെക്റ്റ് ചെയ്യില്ല അങ്ങനെ ഒരു സംഭവം വേണ്ടി വരുന്നത്. നമ്മുടെ മീനഭരണി ആയപ്പോൾ കുംഭഭരണിക്കും മീനഭരണിക്കും ഇവിടെ വെളിച്ചപ്പാട് വരും കേട്ടോ, കൊടുങ്ങല്ലൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെളിച്ചപ്പാട് വരായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു സ്വാമി തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു രുദ്രുവിൻ്റെ അടുത്ത്. എന്താ ഇത്രയായി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ വന്നു. അപ്പോൾ അവർക്ക് നമ്മളെ ഒഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കും, പിന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അവർ നമ്മുടെ ഹിന്ദുസിൻ്റെ വീട്ടിൽ മാത്രമേ ഇവർ കയറുള്ളൂ കേട്ടോ. തൊട്ടടുത്തുള്ളത് ആളായത് കാരണം അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അമ്മ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ട് വരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരേനെ ഒഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പൊതിയായിരുന്നു. അങ്ങനെ ഞങ്ങളതിനെ ഒഴിഞ്ഞു, വാളും വെച്ചിട്ട് ഒഴിയും കേട്ടോ. വാളൊക്കെ നമ്മുടെ നെറ്റിയിൽ തൊട്ടിട്ട് നമ്മളതിനെ അനുഗ്രഹിക്കും കേട്ടോ. പിന്നെ ഞങ്ങളെന്താ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ പറയായിരുന്നു അവിടെ പോയി തൊഴുതില്ല, കുംഭഭരണിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയി വിരുന്ന് പോയൊക്കെയായിരുന്നില്ലേ. അപ്പോൾ അതിന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനൊന്ന് പോയി തൊഴുതിട്ടില്ല എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അവൻ്റെ അവന് പല്ലിൽ ഇങ്ങനെ മൂർച്ച വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊണ്ണിന് മൂർച്ച വരുന്നുണ്ട് കേട്ടോ. പല്ല് വരാനാണ് തോന്നുന്നു. അപ്പോൾ തൊണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അവൻ കുറേയൊക്കെ കാണിച്ചു തരും. പിന്നെ അവന് മനസ്സിലായി പറ്റിക്കുകയാണെന്ന്. അപ്പോൾ പിന്നെ അവൻ കളിക്കുകയാണ് കേട്ടോ. മനോഹരനെ എപ്പോഴും പറയും തൊണ്ണ് കാണണം, പല്ലിപ്പോൾ വരണ്ടാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ തൊണ്ണിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അവൻ ചിരിക്കുന്നത് കണ്ടോ, ചിങ്കാരി ചെക്കൻ കണ്ടോ, എവിടെ തൊണ്ണ് കാണിച്ചതാ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ അമ്പലത്തിൽ പോയി കേട്ടോ. ഞാനും അമ്മയും രുദ്രവും കൂടെ ഓട്ടോയിലാണ് പോയത്. അച്ഛനെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. അച്ഛൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ലേറ്റായി വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളടുത്ത് പൊക്കോ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നേട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ നല്ല തിരക്കായിരുന്നു, തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഭയങ്കര ചൂട്, ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാറിയിരുന്നതാണ്, ചൂടത്ത് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്നു. നല്ല അടിപൊളിയാക്കിയിട്ട് പന്തലൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് ഭയങ്കര ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നേരം ഞങ്ങൾ ഗാനമേളയെ കണ്ടു. ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇരിക്കാൻ പോയിട്ട് അവിടെ നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിക്കും തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഒന്നും സ്റ്റേജിൻ്റെ ഉള്ളിൽ ആളെ ഒന്നും കാണുന്ന മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പന്തൽ കണ്ടോ, നല്ല ഭംഗിയില്ലേ, എന്ത് രസമാണ് പന്തൽ കാണാൻ. രുദ്രുവിന് കാണിച്ചു കൊടുക്കായിരുന്നു പന്തലൊക്കെ. പക്ഷെ അവൻ അതൊന്നും കണ്ണു പിടിക്കുന്നില്ല. അവൻ കുഞ്ഞൊരു പമ്പരുണ്ടായിരുന്നു അവിടെ കേട്ടോ. അങ്ങനെ ആരോ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ വിടൂലേ ആ സാധനം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പമ്പരം തന്നെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് ലൈറ്റല്ലേ, അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ കുറേ യന്ത്രോഞ്ഞാലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവനൊരു എക്സൈറ്റ്മെൻറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിൽ കയറിയത് കേട്ടോ. ഇതാണ് ഏറ്റവും ചെറിയ റൈഡിൽ കയറിയാൽ മതിയെന്ന് മനോട്ടനും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പേടിക്കുന്നൊക്കെ പറഞ്ഞിട്ടേ. ഇത് ഞാനപ്പോൾ നോക്കിയപ്പോൾ ഇതായുള്ളൂ ഏറ്റവും ചെറുത് നമുക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ അതിൽ കയറിയിട്ടോ. പക്ഷെ അവനൊരു കുലുക്കില്ല. അവൻ ഫ്രണ്ടിലിരിക്കുന്ന പെൺകുട്ടീൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുക, അവളെ തോണ്ടുക. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കവളത്ത് കുത്തുക, കണ്ണിൽ കുത്തുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ പരിപാടികൾ കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് നേരം കിടന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു, പാനിപൂരിയും കഴിച്ചു. സ്ഥിരം പൂരപ്പറമ്പ് വിശേഷങ്ങൾ. പിന്നെന്തൊക്കെയാ, പിന്നെ ഞങ്ങൾ കുലുക്കി സർബത്ത് കുടിച്ചു, കോളിഫ്ലവർ വാങ്ങിച്ച് അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. സമയം പോണതറിയില്ല എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് വട്ടാവും. വീട്ടിലെത്തി കുറേ നേരം ഇരുന്ന് കളിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് ഭക്ഷണം കൊടുത്തു വേഗം, അല്ലെങ്കിൽ അവൻ ഉറങ്ങില്ലേ. അങ്ങനെ അവന് കഴിക്കാൻ കൊടുത്ത് ഞങ്ങളും കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനി നാളെ പൂരമാണ് കേട്ടോ. അപ്പോൾ ഇനി പൂരത്തിൻ്റെ വീഡിയോ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.